സർക്കാർ പക്ഷേ അങ്ങനെ ഒരു നിർദ്ദേശവുമായി മുന്നോട്ട് പോവുകയാണ് എങ്കിൽ നമുക്കറിയാവുന്നതാണ്, നിരന്തരമായ ഒരു വിഭാഗം ജനങ്ങൾ കടുത്ത സുരക്ഷിതത്വ പ്രശ്നങ്ങളിൽ, അതിജീവന പ്രശ്നങ്ങളിൽ നിൽക്കുമ്പോൾ ഇതിനൊരു പരിഹാരം കാണുക എന്ന് പറയുന്നത് ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളുടെ ബാധ്യതയാണ്. അത് കണ്ടില്ല എന്ന് നടിക്കാൻ കഴിയില്ല. കണ്ടില്ല എന്ന് നടിക്കുമ്പോൾ വലിയ പ്രതിഷേധങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാകും. അത് മാനുഷികവുമല്ല. അപ്പം അങ്ങ് നേരത്തെ കടലിൽ ജീവിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ വൾനറബിലിറ്റിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്നു. ചെല്ലാനത്ത് കടലിൽ തിരയിൽ, അതും കാലവർഷക്കടലിൽ ഇറങ്ങി നിന്നാണ് രാവിലെ മനുഷ്യൻ പ്രതിഷേധിച്ചത്. കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റുമോ? ഇല്ല. ഇപ്പോൾ നഗരങ്ങളിൽ ജീവിക്കുന്ന ആളുകൾ റോഡിൽ ആക്സിഡന്റ് ഉണ്ടാകുമ്പോൾ റോഡിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട്, അശാസ്ത്രീയതയുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധങ്ങൾ നടക്കുകയാണ് ഈ നാട്ടിൽ. അപ്പോൾ അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നത് മലയോര മേഖലയിൽ കാലങ്ങളായി. നമുക്കറിയാവുന്നതാണ്, ആർലം ഫാമിലിയൊക്കെ ജീവിതം എത്ര ദുരിതമാണെന്ന് നമുക്കറിയാവുന്നതാണ്. അവിടെയുള്ള ആളുകളുടെ പ്രതിഷേധം കണ്ടില്ല എന്ന് സർക്കാരിന് അടിക്കാൻ പറ്റുമോ? ശ്രീ ബിജി എബ്രഹാം, ഹലോ, കേൾക്കാമോ? എനിക്ക് കേൾക്കാം. ഞാൻ ചോദിച്ചത് കേട്ടുവെങ്കിൽ കേൾക്കാം. ഓക്കെ. ഇപ്പം ശ്രീ നൗഷാദ് അലി അങ്ങ് പറയുകയുണ്ടായി, കേരളത്തിൽ വനപ്രദേശത്ത് ജീവിക്കുന്ന ആളുകൾ മാത്രമല്ല, ഇടനാട്ടിൽ പോലും കൃഷി അസാധ്യമായിരിക്കുന്നു. എനിക്കെന്തായാലും കൃഷിയെക്കുറിച്ചിട്ടൊക്കെ കേരളത്തിലെ രാഷ്ട്രീയക്കാർ ഉത്കണ്ഠപ്പെടുന്നത് കാണുമ്പം വളരെ കൗതുകം തോന്നുന്നത്. 2007-8 കാലഘട്ടത്തിൽ ഇന്ത്യ ആസിയാൻ എഗ്രിമെന്റ് ഒപ്പുവെച്ചപ്പോൾ അന്ന് കേരളത്തിലെ കർഷകരെ ഒന്നും ഇവരാരും മനസ്സിൽ കണ്ടില്ല. കേരളത്തിൽ 2 പതിറ്റാണ്ടായി റബ്ബർ കർഷകർ വലിയ സങ്കടത്തിലാണ്. റബ്ബറിന് വിലയില്ല. ഇപ്പം ദാണ്ട് റീജിയണൽ കോർപ്പറേഷൻ RCEP എന്ന് പറയുന്നൊരു കരാർ വരുന്നു. ന്യൂസിലാൻഡും ഓസ്ട്രേലിയയുമായി ചേർന്നുകൊണ്ടൊരു കരാർ വരാൻ പോവുക. ക്ഷീര കർഷകരുടെ നടുവൊടി. അവിടെയൊക്കെ വലിയ വ്യാവസായിക അടിസ്ഥാനത്തിൽ കന്നുകാലികളെ വളർത്തുന്ന രാഷ്ട്രങ്ങൾ, അവിടെ അവർക്ക് വേണ്ട ഉപഭോക്താക്കളെ ഇല്ല. ഇന്ത്യ പോലുള്ള ഒരു വലിയ മാർക്കറ്റിലേക്ക് അവർ പാലുൽപ്പന്നങ്ങൾ കയറ്റി അയക്കാനായിട്ട് പോവുക. കേരളത്തിൻ്റെ സ്പൈസസിൻ്റെ മുഴുവൻ വിലയിടിഞ്ഞത് നമ്മളുടെ അതേപോലെ തന്നെ കാലാവസ്ഥയും മണ്ണും കൃഷിയും ഒക്കെ നടത്തുന്ന സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങൾ, കുരുമുളക്, ഏലം, കാപ്പി, തേയില തുടങ്ങിയ സാധനങ്ങളുടെ ഒക്കെ വില ഇടിഞ്ഞത് ഈ ആസിയാൻ എഗ്രിമെന്റിനെ തുടർന്ന്. അപ്പൊ കൃഷിക്കാരുടെ സങ്കടം രാഷ്ട്രീയക്കാരൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ നിങ്ങളോട് സഹതപിക്കാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. ഈ കേരളം എന്ന് പറയുന്നത് ഇന്ത്യയുടെ മൊത്തം ഭൂപ്രദേശത്തിന്റെ കേവലം 1% മാത്രം അധികം വരുന്ന ഒരു ഭൂപ്രകൃതിയാണ്. ആ 1% സ്ഥലത്തിന്റെ 2 ഭാഗത്ത് മാത്രമേ മനുഷ്യർ താമസിക്കുന്നുള്ളൂ. ബാക്കി 1 ഭാഗം എന്ന് പറയുന്നത് പശ്ചിമഘട്ട മലനിരകളും തോട്ടമേഖലകളുമാണ്. എന്നാൽ ഇന്ത്യയുടെ മൊത്തം ജനസംഖ്യയുടെ 3.5% ആളുകൾ അധിവസിക്കുന്ന ഒരു വളരെ ചെറിയ ഒരു സ്ട്രിപ്പാണ്. എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ഡെൻസിറ്റി, ജനസാന്ദ്രത എന്ന് പറയുന്നത് വളരെ വലുതാണ്. നഗരങ്ങളിലുള്ളതുപോലെ ജനസാന്ദ്രതയുള്ള ഒരിടമാണ് കേരളം എന്ന് പറയുന്ന ഈ ഒരു കൊച്ചിടം എന്ന് പറയുന്നത്. പലപ്പോഴും കേരളത്തിൽ നമുക്ക് ഈ വനം വേണ്ട എന്നോ വനവുമായി ബന്ധപ്പെട്ട എല്ലാ നന്മകളും അനുഭവിച്ച് ജീവിക്കുന്ന ഒരു സമൂഹം എന്ന നിലയിൽ കാടിന്റെ നന്മയോ വേണ്ട എന്ന് വെച്ചുകൊണ്ട് ജീവിക്കാൻ പറ്റില്ല. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്, നമ്മുടെ നദിയും നമ്മുടെ കാലാവസ്ഥയും നമ്മുടെ കൃഷിയും എന്ന് പറയുന്നത് ഈ വനമേഖലയുമായിട്ട് ചേർന്ന് തന്നെയാണ്. കാട് മുഴുവനും ഇല്ലാണ്ടാക്കിക്കൊണ്ട് കേരളത്തിൽ കൃഷിയോ കുടിവെള്ളമോ പോലും സാധ്യമല്ല എന്നുള്ളത് വനത്തെ അങ്ങനെ തന്നെ ഇല്ലാതാക്കുക എന്ന് പറയുന്നതും വാദമല്ല. ഇതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. വനത്തിൽ നിന്ന് നാട്ടിലേക്ക് ഇറങ്ങി വരുന്ന മൃഗങ്ങളെ പ്രാണരക്ഷാർത്ഥം എന്ന ഉള്ളിടത്താണ് നമ്മൾ അതിനെ അഡ്രസ് ചെയ്യേണ്ടത്. പ്രാണരക്ഷാർത്ഥം എന്ന് പറയുന്നത് ഇപ്പോൾ കർഷകരുടെ ഈ ആസിയാൻ കരാറുമായി ബന്ധപ്പെട്ടതോ മറ്റ് പ്രശ്നങ്ങളോ സാമ്പത്തിക പ്രതിസന്ധികളോ റബ്ബറിന് 300 രൂപ വിലയില്ലാത്തതോ ഇതൊക്കെയുണ്ട്. എപ്പോൾ നമുക്ക് ചർച്ച ചെയ്യാം. ഒരു വളരെ സുരക്ഷിതമായ ഇടത്തിരുന്ന് നമുക്ക് നമ്മുടെ സാമ്പത്തിക പ്രശ്നങ്ങളെ പറ്റിയൊക്കെ ചർച്ച ചെയ്ത് പ്രിവിലേജ്ഡ് ആയിട്ടുള്ളൊരു ചർച്ചയിൽ ഒരു വട്ടമേശയിലിരുന്ന് ചർച്ച ചെയ്യാം. ഇത് ജീവിത പ്രശ്നമാണ്, ജീവനുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്. അവിടെ നമ്മൾ പ്രാണരക്ഷാർത്ഥം എന്ന ആ പോയിന്റിൽ നിന്ന് തന്നെ ചർച്ച ചെയ്യണം അതിനെ. എനിക്ക് ഈ വിധത്തിൽ അങ്ങ് പ്രാണരക്ഷാർത്ഥം എന്നൊക്കെ ആവർത്തിച്ച് പറയുന്നതിനെ നമ്മൾ അതിവൈകാരികത സൃഷ്ടിക്കുന്ന ഒരു പ്രയോഗം മാത്രമാണ്. ഇപ്പം നൗഷാദ് അലി ആദ്യം പറഞ്ഞു മലയോര മനുഷ്യരുടെ വികാരത്തോട് ഒപ്പമല്ല എന്ന്. മലയോര മനുഷ്യരുടെ വികാരത്തെ വിവേകത്തോടെ സമീപിക്കുകയാണ് യഥാർത്ഥത്തിൽ നമ്മൾ വേണ്ടത്. ഈ അതിവൈകാരികത സൃഷ്ടിച്ചുകൊണ്ട് നമ്മൾ ഈ വിഷയത്തെ സമീപിക്കുന്നതിനകത്ത് യാതൊരു അർത്ഥവുമില്ല. കേരളത്തിൻ്റെ കാട്ടിൽ വന്യമൃഗങ്ങളുടെ എണ്ണം വളരെയധികം കൂടി. കേരളത്തിന് വനങ്ങൾക്കോ അല്ലെങ്കിൽ പശ്ചിമഘട്ട മലനിരകളുടെ ക്യാരിങ് കപ്പാസിറ്റിക്ക് ഉപരിയായിട്ട് വന്യമൃഗങ്ങളുടെ എണ്ണം വർദ്ധിച്ചു എന്ന് പറയുന്നതും ശരിയായ ഒരു
ഒരു പ്രയോഗമല്ല. നമ്മളുടെ പരിമിതമായ അറിവിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും സംസാരിക്കുന്നത്. ശ്രീ ബിജി എബ്രഹാം, അത് ഞാൻ അംഗീകരിക്കുന്നു. അതിനപ്പുറത്തേക്ക് അനിയന്ത്രിതമായത് വളർന്നിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച് നമ്മൾ ആനുകാലികമായ പഠനങ്ങൾ നടത്തിയിട്ടുണ്ടോ, അത് എത്രത്തോളം ആധികാരികമാണ് തുടങ്ങിയ കാര്യങ്ങൾ ചർച്ചാ വിഷയമാണ്. സർക്കാരിന് അങ്ങനെ ഒരു കണക്ക് മുന്നോട്ട് വെക്കാൻ നിയമ നടപടികളിലേക്ക് പോകുമ്പോഴുണ്ടോ എന്നുള്ളതൊരു ചോദ്യവുമാണ്. പക്ഷെ പ്രാണരക്ഷാർത്ഥം എന്ന് പറയുന്നത് അതിവൈകാരികമല്ല. അങ്ങനെ അതിവൈകാരികമായ വിഷയങ്ങളെ സമീപിക്കുന്നവരുണ്ടായിരിക്കും. നമ്മൾ വളരെ പ്രസക്തമായ നിലയിൽ നിന്നുകൊണ്ടാണ് അതിനെ സംസാരിക്കുന്നത്. ഞാൻ ഈ കാര്യത്തിൽ ശ്രീ അലക്സ് ഒഴുകിയിൽ പറയുമ്പോഴും ശ്രീ നൗഷാദ് അലി പറയുമ്പോഴും എല്ലാം ഇത്തരം സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. മനുഷ്യന്റെ പ്രാണൻ എന്ന് പറയുന്നത്, മനുഷ്യന്റെ ജീവൻ എന്ന് പറയുന്നത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ്, വ്യവസ്ഥിതിയുടെ ഉത്തരവാദിത്തമാണ്. അങ്ങനെ തന്നെയാണല്ലോ നമ്മുടെ നിയമ പ്രക്രിയ അതിനെ വിശദീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ജനങ്ങൾക്ക് ജീവൽ പ്രശ്നം ഉണ്ടാവുക എന്ന് പറയുന്നതിനെ അഡ്രസ്സ് ചെയ്യുക എന്ന് പറയുന്ന ഒരു അതിവൈകാരിക വിഷയമല്ല. ഇല്ല, ശ്രീ വിജയ എബ്രഹാമിനോടാണ് ചോദിച്ചത്. ഞാൻ അതിനകത്തുള്ള എൻ്റെ നിലപാടെന്ന് പറയുന്നത്, ഈ വിഷയത്തെ പലപ്പോഴും പൊതുമണ്ഡലത്തിൽ സജീവമായി നിലനിർത്തുക എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാരുടെ ഒരു തന്ത്രമാണ്. ഇപ്പം കോന്നി MLA പ്രസ്താവനയ്ക്ക് ശേഷം എങ്ങനെയാണ് മതമേലധ്യക്ഷന്മാർ തൊട്ടടുത്ത ദിവസം ആ പ്രസ്താവനയോട് അവരുടെ പ്രതികരണം എങ്ങനെയായിരുന്നു എന്നുള്ളത് നമുക്ക് കാണാം. കേരളത്തിലെ മലയോര മേഖലയിലുള്ള ആളുകളുടെ വോട്ട് മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് അവർ നടത്തുന്ന ഇടപെടലാണ്. മറിച്ച് ഈ അതിവൈകാരികതയ്ക്ക് ഉപരിയായിട്ട് എങ്ങനെയാണ് കാടും മനുഷ്യരും തമ്മിലുള്ള ഒരു കോ എക്സിസ്റ്റൻസിന് എങ്ങനെയാണ് സാധ്യമാകുക എന്നുള്ളതിനെക്കുറിച്ചാണ് യഥാർത്ഥത്തിൽ ചർച്ച നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത്. മറിച്ച് അല്ലാതെ ഇവിടെ ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് എന്നുള്ള തരത്തിലുള്ള അതിവൈകാരികതയോട് എനിക്ക് യാതൊരു യോജിപ്പില്ല. കാരണം മലപ്പുറം ജില്ലയുടെ ഒരു കിഴക്കൻ പ്രദേശത്ത് ജനിച്ചു വളർന്ന ഒരാളാണ് ഞാൻ. മലയോര മേഖലയിൽ തന്നെയാണ് ഞാൻ ഇത്രയും കാലം ജീവിച്ചത്. ഒരു കൃഷിക്കാരൻ തന്നെയാണ്. ഈ ഒരു വേനൽക്കാലം വരുമ്പോൾ ഉണ്ടാകുന്ന വലിയ കാറ്റുമഴയിൽ ഞാൻ കൃഷി ചെയ്തിരുന്ന ഏതാണ്ട് 10,000-ൽ പരം വാഴ ഒറ്റയടിക്ക് ഒടിഞ്ഞു പോയ സാഹചര്യമുണ്ട്. അപ്പോൾ അതൊരു കൃഷിക്കാരൻ്റെ വേദന എന്താണെന്നുള്ളത് ഏറ്റവും നന്നായിട്ട് മനസ്സിലാക്കുന്ന ഒരു കാർഷിക കുടുംബത്തിൽപ്പെട്ട ഒരാൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയങ്ങളെ അതിവൈകാരികമായി നമ്മൾ സമീപിക്കുന്നതിനകത്ത് കാര്യമില്ല എന്ന് പറയുന്നത്. ഇടനാട്ടിൽ പോലും കാട്ടുപന്നിയുടെ ശല്യമുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ഞാൻ ജീവിക്കുന്ന ഇടങ്ങളിൽ ഒരു ഇടനാടൻ പ്രദേശമാണ്. ഇപ്പോൾ അവിടെ പോലും കാട്ടുപന്നിയുടെ ശല്യമുണ്ട്. ആ കാട്ടുപന്നിയെ വെടിവെച്ച് കൊല്ലുവാനായിട്ട് ഗവൺമെൻറ് തന്നെ പഞ്ചായത്തിന് അധികാരം നൽകിയിട്ടുണ്ട്. 2023 തന്നെ കൊടുത്തിട്ടുണ്ട്. ആ അധികാരം കൊടുത്തിട്ടുണ്ട്. അത് ഫലപ്രദമായി വിനിയോഗിക്കുന്ന ആളുകളുമുണ്ട്. ഗവൺമെന്റ് ഞാൻ മനസ്സിലാക്കുന്നത് ഫലപ്രദമായി വിഷയത്തെ നേരിടുന്നതിന് വേണ്ട പല ഇടപെടലും നടത്തുന്നുണ്ട്. ഉദാഹരണത്തിന് സൗരോർജ്ജ വേലി കിട്ടുന്നതുമായി മുഖ്യമന്ത്രിക്ക് തന്നെ കഴിഞ്ഞ ദിവസം ഈ പറയുന്ന കടുവ ഇറങ്ങി വന്നാൽ സമിതി കൂടുക എന്ന് അതിനെ പരിഹസിച്ച് പറയേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകില്ലായിരുന്നു. അങ്ങ് പറഞ്ഞല്ലോ, അങ്ങനെ നാക്കിടറുന്ന ഒരാളല്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന്. അദ്ദേഹം തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു കാര്യമാണ്, ഒരു കടുവ നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ സമിതി കൂടേണ്ടി വരുന്ന സാഹചര്യത്തിലാണ് നിയമമുള്ളത് എന്ന് പറയുമ്പോൾ സർക്കാരും സംവിധാനവും അതിനെ ആ നിലയ്ക്ക് ആണ്, ഇതൊരു പ്രായോഗികമായ രീതിയിലല്ല ഈ നിയമ നിഷ്കർഷ ചെയ്തിരിക്കുന്ന മാനദണ്ഡങ്ങൾ എന്ന് മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ്. പിന്നെ ഈ കോ എക്സിസ്റ്റൻസ് എന്ന് അങ്ങ് പറയുന്നുണ്ട്. വനത്തിൽ മൃഗങ്ങൾ, നാട്ടിൽ ജനങ്ങൾ എന്ന വളരെ വിപുലമായ, വളരെ വ്യാപ്തിയുള്ള ഒരു സമവാക്യം നിലവിലുണ്ടെങ്കിൽ ശരി. അല്ലാതെ ഇതിപ്പോൾ ഒരു മൃഗക്കൂട് തന്നെ നാട്ടിൽ രൂപപ്പെട്ടിട്ടുണ്ട് എന്ന ഇടയ്ക്ക് ഒരു കൂട്ടിൽ മനുഷ്യനും ഒരു വന്യമൃഗത്തിനും, ഒരു ക്രൗര്യതയുള്ള വന്യമൃഗത്തിനും അല്ലെങ്കിൽ ഒരു നരഭോജിയായ വന്യമൃഗത്തിനും കോ എക്സിസ്റ്റൻസ് സാധ്യമല്ല. നരഭോജിയായ ഒരു വന്യമൃഗത്തെ കാട്ടിൽ നിന്നല്ല നാട്ടിലിറങ്ങി മനുഷ്യരെ പിടിക്കുമ്പോഴാണ് നമ്മൾ നരഭോജി എന്ന് പറയുന്നത്. അത്തരം വന്യമൃഗങ്ങളെ വെടിവെക്കാനും കൊന്നുകളയാനും ഒക്കെ നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ അനുവദിക്കുന്നുണ്ട്. മറിച്ച് നാട്ടിലിറങ്ങുന്ന പല വന്യമൃഗങ്ങൾ ഈ അടുത്ത കാലത്ത് തന്നെ ഡോക്ടർ അരുൺ സക്രിയ പിടിച്ചിരിക്കുന്ന വന്യമൃഗങ്ങളെല്ലാം തന്നെ ഒരു ദിവസമോ അന്ന് തന്നെയോ അല്ലെങ്കിൽ 1-2 ദിവസത്തിനുള്ളിൽ മരണപ്പെടുന്ന സാഹചര്യമുണ്ട്. ഇത് പലപ്പോഴും അധികം പരിക്കേറ്റിട്ടുള്ളതാണ്. കാട്ടിൽ നടക്കുന്ന മറ്റു മൃഗങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന സംഘർഷങ്ങളിൽ വലിയ പരിക്കേറ്റ മൃഗങ്ങളാണ് പലപ്പോഴും നാട്ടിലിറങ്ങി പ്രശ്നമുണ്ടാക്കുന്നതെന്ന് നമുക്കറിയാം. അല്ലാതെ വന്യമൃഗങ്ങളുടെ ഒരു വലിയ ഒരു പ്രശ്നമായിട്ട് ഞാൻ അതിനെ ഇപ്പോഴും കണക്കാക്കുന്നില്ല. അതിവൈകാരികത സൃഷ്ടിച്ചുകൊണ്ട് മാധ്യമങ്ങളും രാഷ്ട്രീയ പ്രവർത്തകരും കേരളത്തിൽ ഉണ്ടാക്കുന്ന ഒരു പ്രശ്നം എന്ന നിലയിൽ മാത്രമാണ് ഞാൻ ഇതിനെ ഇപ്പോഴും കണക്കാക്കുന്നത്.